ഈ ഫേക്ക് അക്കൗണ്ടിൽ കമന്റ് ഇടുന്നവർക്ക് ഒരു വിചാരം ഉണ്ടോ അവരൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ എന്റെ വീഡിയോക്ക് താഴെ ഫേക്ക് അക്കൗണ്ടിൽ കമന്റ് ഇട്ടിട്ട് ആ ആളെ കണ്ടുപിടിച്ചിട്ട് ഓരോടത്തേക്ക് പോവാണ്. ഞാൻ ഒരാഴ്ച മുന്നേ ഫേക്ക് അക്കൗണ്ടിൽ സെക്ഷലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ കമന്റ് ഇടുന്ന ഒരുപാട് കമന്റോളികളെ പിടിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരാൾക്ക് ഭയങ്കര ഡയലോഗിസ്റ്റിയാ. ഓൻ പറഞ്ഞത് ഭയങ്കര പച്ചയായ മലയാളങ്ങളാണ്. അതുകൂടാതെ ഓൻ പറയാണ് അണക്ക് എന്നല്ല എന്റെ തന്തക്ക് പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല. അത് കേട്ടപ്പോ എനിക്ക് എന്തോ വിഷമായി പോയി. അപ്പൊ ഇവൻ അയച്ച മാന്യമായ കമന്റുകളും മെസ്സേജും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് മെയിൽ ആയിട്ട് അയച്ചു. ആൻഡ് സൈബർ പോലീസിന്റെ മിടുക്കൊണ്ട് തന്നെ വിത്തിൻ 1 വീക്ക് കൊണ്ട് ആളെ കയ്യിൽ. ഈ മഹാനായ വ്യക്തിന്റെ വീട് മലപ്പുറത്താണ്. അങ്ങനെ പോലീസ് വിളിച്ചിട്ട് മലപ്പുറത്തുള്ളവനും ഞമ്മളെ കോഴിക്കോടേക്ക് വന്നു. എന്റെ ഓനെ കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു നല്ലവനായ മനുഷ്യൻ. സത്യം പറഞ്ഞ ഓനെ കണ്ടാ പറയില്ല ഓനാണ് ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നത്. അന്നത്തോടുകൂടി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ലുക്ക് വെച്ചൊന്നും ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ലാന്ന്. കാരണം ഏറ്റവും പൊട്ടനായി കളിക്കുന്നവർക്കേക്കും ഇത്രയും കഴപ്പുണ്ടാവുക. ഈ കാണുന്നതാണ് കേട്ടോ ആ മാന്യന്. എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ട് ഈ മാന്യന്റെ മുഖം കാണിച്ചില്ല എന്ന് മാത്രം. പക്ഷെ ബാക്കിയുള്ള കംപ്ലൈന്റും കാര്യങ്ങളും ഇവനെ പൂട്ടാനുള്ള വകുപ്പും ഒക്കെ പോലീസിന് എഴുതി കൊടുത്ത് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. ഇനിയെങ്കിലും ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് കൊണ അടിക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. വീട്ടിലും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോട് കഴപ്പ് കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തല്ല കാണിക്കുന്നത്. നമ്മളും നിങ്ങളെ പോലെ മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ നിർത്തിക്കാള്. ഒരാഴ്ചനെ കൊണ്ടാണ് ഓനെ കണ്ടുപിടിച്ച് ഓനെ ഇവിടേക്ക് വരുത്തിച്ചത്. ഈ വീഡിയോ ഒരുപാട് ഗേൾസിന് ഹെൽപ്ഫുൾ ആവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫേക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ വൃത്തികെട്ട കമന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ പ്രായം ചെറുതാണ്, പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ പറ്റൂല എന്നൊന്നും പേടിച്ചും മടിച്ചു ഇരിക്കേണ്ട ആവശ്യമില്ല. സി ഐ ആം ഓൺലി 19 ആൻഡ് ഇതൊക്കെ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തത് വിത്ത് സപ്പോർട്ട് ഓഫ് ആലിബ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ ഒരു ചോറൊക്കെ തിന്നപ്പോഴാണ് ഒന്ന് റാഹത്തായത്. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.